ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മലയാളത്തിൻ്റെ ഫോർത്ത് ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചാപ്റ്റർ വൈസും ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആക്ടിവിറ്റീസുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം പാഠം. എന്താണ്? പൂരം പൊടിപൂരം. പാടി രസിക്കാം. ആദ്യം ഒരു പൊയമാണ് തന്നിരിക്കുന്ന, ഒരു പദ്യഭാഗമാണ് തന്നിരിക്കുന്നത് ആനക്കൊമ്പനെ കുറിച്ച്. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പു മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ടമരത്തിൻ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ടേ, കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ, കൂടുതലുണ്ടു കുറുമ്പാ കൊമ്പനു കൂച്ചുവിലങ്ങുണ്ടേ, കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ, ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ, ആനക്കൊമ്പനെ യാകപ്പാടെ കാണാനഴകുണ്ടേ. എനിക്ക് ദേശം എഴുതിയതാണ്. അപ്പോൾ ആനക്കൊമ്പനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ആനയെ കാണാത്തവരാരെങ്കിലും ഉണ്ടോ മക്കളെ? നിങ്ങളെല്ലാവരും ആനയെ ഉള്ളവരായിരിക്കും. കാണാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ? നമുക്കറിയാം ആന എങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല കറുത്ത നിറത്തിൽ, വലിയ തൂണ് പോലുള്ള കാലുകളും വലിയ ചെവികളും ഒക്കെ ഉള്ള ഈ ഒരു പടം നോക്കുമ്പോഴേ നമുക്കറിയാം. പിന്നെന്താണ്? വലിയ നീണ്ട ഒരു തുമ്പിക്കൈ, വലിയ കൊമ്പ് ഒക്കെ ഉള്ള ആനക്കൊമ്പനെ കാണാത്തവരായിട്ട് ആരും കാണില്ല. ആ ആനക്കൊമ്പൻ്റെ ശരീരത്തിൻ്റെ ഒരു വർണ്ണനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അമ്പല ഗോപുര നടയിൽ ആനക്കൊമ്പനെ ഞാൻ കണ്ട്. അമ്പലത്തിന് നടയിൽ ഞാൻ ആനക്കൊമ്പനെ കണ്ട്. മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പ് മുതലേ ആനയിൽ എനിക്ക് കമ്പം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ആനയെ ഒരു ആഗ്രഹം ഉണ്ട്. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ. ഇല്ലേ? തുമ്പിക്കൈ എന്ന് പറയുന്ന മുമ്പില് ഇവിടെ ഒരു തുള പോലെ കാണും. അത് അങ്ങനെ നീളത്തിലുള്ള തുമ്പ് വളഞ്ഞ ഒരു തുമ്പിക്കരമുണ്ട്. പിന്നെന്താണ് പറയണത്? കണ്ടമരത്തിൻ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ട്. ആന പോകുന്ന വഴിക്ക് എവിടെയൊക്കെയാണോ ചെടികൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഓലയൊക്കെ നിൽക്കുന്നത് അത് വലിച്ച് എടുക്കും. എന്താണ്? ഈ തുമ്പിക്കൈ വെച്ച്. അതിനുള്ള കരുത്ത് ആ തുമ്പിക്കൈക്ക് ഉണ്ടെന്നാണ്. കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട്. കാത് കണ്ടിട്ടില്ലേ? ആനയുടെ ചെവി എന്ന് പറയുന്നത് എന്തോന്നാണ്? വലിയ മുറം പോലെ ഇരിക്കുന്ന 2 ചെവികളാണ് ഉള്ളത്. കാറ്റത്തിളകും, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട്, കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട്. കാലല്ല, 4 കരിങ്കൽ തൂണുകൾ പോലെയാണ് കാലുകൾ ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ? അത്രയ്ക്ക് നല്ല ശക്തിയുള്ള കാലുകളാണ്. കൂടുതലുണ്ട് കുറുമ്പ കൊമ്പന് കൂച്ചു വിലങ്ങുണ്ട്. കുറുമ്പ് ഇത്തിരി കൂടുതലായതുകൊണ്ട് അതിന് ചങ്ങലയൊക്കെ ഇട്ട് ആണ് കൊണ്ടുപോകുന്നത്. കൂടെ ആരുണ്ടാവും? ആനപ്പാപ്പാൻ ഒരു വടിയുമായിട്ട് കൂടെ ഉണ്ട്. കുറുവടിയുമായിട്ട് ഒരു ആനപ്പാപ്പാൻ കൂടെ ഉണ്ട്. ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ട്. അപ്പോൾ ആനയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് കൂടുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അത് ഒന്ന് നോക്കുകയാണ്. കണ്ണേറുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരെ എല്ലാം ഒന്ന് നോക്കുകയാണ്. ആനക്കൊമ്പനെ യാകപ്പാടെ കാണാനഴകുണ്ടേ. മൊത്തത്തിൽ ഒരു ആനച്ചന്തം ഉണ്ട് അല്ലേ? ആനയെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഇഷ്ടം തോന്നൂലേ? എന്നാലും ഒരു പേടിയും കാണും ഇല്ലേ? ഇത്രയും വലിയ മൃഗമായതുകൊണ്ട്. കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് ആന എന്ന് പറയുന്നത് അല്ലേ? കവിതയിലെ ആനയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? മുൻപിലായി തുമ്പ് വളഞ്ഞൊരു തുമ്പിക്കൈയുണ്ട്, മരത്തിന്റെ ചില്ലകൾ ഒടിക്കാൻ കരുത്തുണ്ട്, കാറ്റ് ഇളകുന്ന ചേമ്പില പോലുള്ള കാതുകൾ 2 എണ്ണമുണ്ട്, കരിങ്കൽ തൂണ് പോലുള്ള 4 കാലുകളുണ്ട്. ആനക്കൊമ്പനെ മൊത്തത്തിൽ കാണാൻ ഒരു അഴകുണ്ട്, ഭംഗിയുണ്ട്. ആ കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. അടുത്ത
നോക്ക്. ആനയുടെ കാലുകളുടെ പ്രത്യേകതകൾ പറയുന്ന വരികൾ കണ്ടെത്താനാണ്. ഏതൊക്കെയാണ്? കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ. അല്ലേ? ആ വരിയല്ലേ പറഞ്ഞത്? ആനയുടെ തുമ്പിക്കൈ വിശേഷിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ്. തുമ്പിക്കൈ എവിടെയാണ് പറയുന്നത്? ദാ ഇവിടെയുണ്ട്. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ. തുമ്പിക്കൈയെ വെച്ച് പറയണത് മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ട്. അടുത്ത ആനയ്ക്ക് ഭംഗിയുണ്ടെന്ന് പറയുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ്. അത് ഏറ്റവും ലാസ്റ്റ് പറയുന്നത്. ആനക്കൊമ്പൻ ആകപ്പാടെ കാണാനഴകുണ്ടേ. അതാണ് അതിൽ പറയുന്ന വരികൾ. ഓക്കെ, മനസ്സിലായ? ആനയുടെ തുമ്പിക്കൈയെ വിശേഷിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതുക. പിന്നെ ആനയ്ക്ക് ഭംഗിയുണ്ടെന്ന് പറയുന്ന വരികൾ കണ്ടെത്തി എഴുതുക. ആ കവിതയിൽ തന്നെ അത് തന്നിട്ടുണ്ട്, അതങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഓക്കെ, അടുത്ത് നോക്കൂ, വായിക്കാം. ഇനി നോക്കൂ, ഒരു ഉത്സവത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത്. ആനയില്ലാത്ത ഉത്സവമോ? അത് ഉത്സവമാകില്ല. ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഖിയുടെ മറുപടി ഇതായിരുന്നു. അതെന്താ രാഖി, ആന ഇല്ലാതെ ഉത്സവം നടത്തിക്കൂടെ? അപ്പൊ ഹരി പറഞ്ഞു ഉത്സവത്തിന് ആന ഉണ്ടാവൂല. അപ്പോഴ് രാഖി പറയാണ് ആന ഇല്ലാത്ത ഉത്സവം. അപ്പൊ എന്തായാലും അതൊരു ഉത്സവം ആവില്ല. ഉത്സവ പറമ്പിലൊക്കെ മിക്കവാറും നമുക്ക് ആനകളെ കാണാം, ഇല്ലേ? നടത്താം, പക്ഷേ ഉത്സവം കേമമാവണമെങ്കിൽ ആന വേണം. പളവളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി, അല്ലേ? ഉത്സവ പറമ്പിൽ ആനയെ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്? നെറ്റിപ്പട്ടവും കെട്ടി. എങ്ങനെ ഉള്ള നെറ്റിപ്പട്ടമാണ് കെട്ടുന്നത്? പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടം. പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി, നിറയെ തൊങ്ങലു തൂക്കിയ മുത്തുക്കുടയും നിറയെ തൊങ്ങലു തൂക്കിയ മുത്തുക്കുടയും ചൂടി, ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ്. ചേലാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗിയാണ്. അതെ അതെ, നല്ല ചേലാണ്. പക്ഷേ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലില് തോല് പോയിട്ടുണ്ടാവും. രാഹി അപ്പൊ പറഞ്ഞു, ഓ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ ചുട്ടുപഴുത്ത റോഡിലൂടെ ഈ കാല് വെച്ച് നടന്നു പോകുന്ന അതിന്റെ കാല് മൊത്തത്തില് പഴുത്തിട്ടുണ്ടാവും എന്ന് പറയുന്നത്. അത് ശരിയാണ്. എന്നാലും ഉത്സവം കൊഴുപ്പിക്കാൻ ആന വേണ്ടേ? വേണമല്ലോ, അല്ലേ? ഉത്സവം കൊഴുപ്പിക്കാൻ ആര് വേണം? ആന ഉണ്ടെങ്കിലേ ഉത്സവത്തിനൊരു സുഖമുള്ളൂ, അല്ലേ? ഹരിയും രാഹിയും കാത്തിരുന്ന ഉത്സവ ദിവസമെത്തി. എന്തൊരാൾ തിരക്കാണ് ഉത്സവപ്പറമ്പിൽ, ഇല്ലേ? നിങ്ങളുടെ വീടിനടുത്തുള്ള വല്ല അമ്പലങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ പോയാൽ അറിയാം. ആ ഉത്സവ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ എന്തൊക്കെയാണ്? പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ടാവും, പല ഗെയിമുകളുണ്ടാവും, പല കലാരൂപങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലേ? പൂഴി വാരിയിടാൻ താഴെ പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല. പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല. എന്തോന്നാണ്? മണ്ണ് വാരിയിട്ടാൽ താഴെ വീഴില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ അത്ര തിരക്കായിരിക്കും. വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ്. നിരനിരയായി പലതരം കച്ചവടങ്ങൾ. ഹരിയും രാഗിയും കാഴ്ചകൾ കണ്ടു ഉത്സവപ്പറമ്പിലൂടെ നടന്നു. ഹരി, നീയല്ലേ പറഞ്ഞത് ഇത്തവണ ആനയുണ്ടാവില്ല എന്ന്? അങ്ങോട്ട് നോക്ക്, കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത്? രാഹി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി. അപ്പൊ ഹരിയും രാഹിയും കൂടെ എന്താണ്? ഉത്സവപ്പറമ്പില് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പൊ ഉത്സവപ്പറമ്പിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ആന തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ടാവും. പിന്നെന്താണ്? വാദ്യം, ചെണ്ട, മേളം അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇല്ലേ? അപ്പൊ ആരെയാണ് കണ്ടത് അവര്? ശരിയാണല്ലോ, വമ്പൻ ഒരു കൊമ്പൻ. അവർ കൊമ്പന്റെ അടുത്തേക്ക് ഓടി. അടുത്തെത്തിയപ്പോൾ മനസ്സിലായി, ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ്. ചെവി ആട്ടുന്നുണ്ട്. കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കൊമ്പനാനയല്ല, കൊമ്പനാനയുടെ രൂപം. അത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നല്ലേ? നെറ്റിപ്പട്ടവും മുത്തുക്കുടയും എല്ലാം ഉണ്ട്. വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും. എന്തായാലും നല്ല ചേലായിട്ടുണ്ട്. ചേലായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ടുണ്ട്. വണ്ടിച്ചക്രം പിടിപ്പിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി. ഈ കൊമ്പനാന എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല. ഹരി പറഞ്ഞത് കേട്ട് രാഖി ചിരിച്ചു. ഉത്സവപ്പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടൻതുള്ളൽ ആരംഭിക്കുന്നതാണ്. മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി. എന്താണ് ഓട്ടൻതുള്ളൽ? ഉത്സവപ്പറമ്പിൽ ഓരോ കലാരൂപങ്ങൾ കണ്ടിട്ടില്ലേ? കഥകളി, ഓട്ടൻതുള്ളൽ, അങ്ങനെ പണ്ട് കാലത്താണ് കൂടുതലായിട്ട്. ഇപ്പോഴൊക്കെ എന്തുവാണ്? ഗാനമേള, പിന്നെന്തോന്നാണ്? നാടകം, ആക്ഷൻ ഷോ, അങ്ങനെയൊക്കെ പല ഇതാണ് ഇപ്പോഴുള്ളത്.
മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ചന്തം. തുള്ളൽക്കാരന്റെ നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിച്ചു. തോക്ക് അവർ ബലൂൺ കച്ചവടക്കാരന്റെ അടുത്തെത്തി. പലതരം ബലൂണുകൾ, നിറമുള്ളത്, വലുത്, ചെറുത്, നീണ്ടത്. ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ബലൂൺ കച്ചവടക്കാരൻ്റെ കയ്യിൽ ഒരു പമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് അഴിച്ചിട്ടാണ് ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത്. കാറ്റ് നിറച്ച ബലൂൺ കൈവിരലുകൾ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴേക്കും അതിൻ്റെ രൂപം മാറുന്നു. ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ പല രൂപത്തിലും പലതരത്തിലും പല നിറത്തിലും ബലൂണുകൾ. അവർ ബലൂണുകളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. കണ്ടാ, ബലൂൺ കച്ചവടക്കാരൻ്റെ കയ്യിലിരിക്കുന്ന ബലൂണുകൾ കണ്ടാ നിങ്ങൾ? നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയാൽ ഇതിലേതെങ്കിലും വാങ്ങാതെ തിരികെ വരുവോ? ഇല്ല. അടിവെച്ചെങ്കിലും നമ്മൾ വാങ്ങിയിട്ടേ വരുള്ളൂ, അല്ലേ? അതുപോലെ അടുത്തത് കുറേ കച്ചവടക്കാർ, ഓരോന്നിൻ്റെ കച്ചവടം നടത്തുന്ന കച്ചവടക്കാർ. ഇതൊക്കെ നമുക്ക് ഉത്സവപ്പറമ്പിൽ സ്ഥിരം കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഖിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത്. തൊട്ടടുത്ത വീട്ടിലെ രഹിനയും ഉമ്മയും ഒപ്പമുണ്ട്. രഹിനയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ്. ഇക്കൊല്ലം ലീവ് കിട്ടിയില്ലത്രേ. എത്തിയപ്പോഴാണ് മേഘ്നയെയും ഡെയ്സിയെയും കണ്ടത്. നിറയെ കളർ ബൾബുകൾ, നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നതുപോലെ. പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവപ്പറമ്പ്, അല്ലേ ഹരി? കാഴ്ചകൾ കണ്ട് രാഖി കണ്ണുമിഴിച്ചു. അല്ലേ? രാത്രിയാകുമ്പോഴത്തേക്ക് നിറയെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ട ഈ ഒരു പിക്ചറിൽ, നിങ്ങളുടെ ടെസ്റ്റിൽ ആ പിക്ചറിൽ കാണാം നമുക്ക് കളർ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുന്നത്. കണ്ട, നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയാൽ സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ ഒന്നാണ് എന്തോന്നാണ് ബലൂൺ കച്ചവടക്കാരൻ, പലതരത്തിലുള്ള കച്ചവടക്കാര്, പിന്നെ എന്തോന്നാണ് നിറയെ പലതരത്തിലുള്ള കളർ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും, ഇല്ലേ? ഉത്സവത്തിൽ സാധാരണയായി എന്തൊക്കെയാണ് കാണാറുള്ളത്? എന്തൊക്കെ കാണാറുണ്ട്? നൃത്തം, ഗാനമേള, കളർ ബൾബുകൾ, ബലൂണുകൾ, മുത്തുക്കുട, ചെണ്ട, കടകൾ, കച്ചവടക്കാർ, ആൾക്കൂട്ടം, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ പലതും കാണാറുണ്ട്, അല്ലേ? നിങ്ങൾ കണ്ട ഉത്സവ കാഴ്ചകൾ എന്തൊക്കെയാണ്? ചെണ്ട കൊട്ടുന്നവർ, കൊമ്പ് വിളിക്കുന്നവർ, ബലൂൺ, കളിപ്പാട്ട കച്ചവടക്കാർ, ഐസ്ക്രീം വിൽപ്പനക്കാർ, ആന, കലാപരിപാടികൾ, അങ്ങനെ പലതും നമ്മൾ സാധാരണ കാണുന്ന ഉത്സവ കാഴ്ചകളിൽ ഉള്ളതാണ്, അല്ലേ? അടുത്ത് നോക്കൂ, മേളം ഒരു അഭിനയ പാട്ടാണ്. നാട്ടിലൊരു മേളം, ഉത്സവത്തിൻ മേളം, ചെണ്ട കൊട്ടണ മേളം, ഡിണ്ടക്ക 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 ഡും, ഡണ്ടക്ക 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 ഡും. ചെണ്ട കൊട്ടണതിൻ്റെ ആ സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് അഭിനയിച്ച് പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെണ്ട കൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ കൈവച്ച് ഇങ്ങനെ ചെണ്ടയിൽ അടിക്കും പോലെ ആക്ഷൻ കാണിക്കണം. നാട്ടിലൊരു മേളം, ഉത്സവത്തിൻ മേളം, കൈമണി തൻ മേളം, ജിൽ 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 ജിൽ. കൈമണി അറിയാലോ, ഇതും കൂടെ കൊട്ടുമ്പോഴത്തേക്ക് ആ സൗണ്ട് കേൾക്കുന്നത്, അത് ആക്ഷൻ കാണിച്ച് പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറയുകയാണെങ്കിൽ എന്താണ്? നാട്ടിലൊരു മേളം, ഉത്സവത്തിൻ മേളം, കൊമ്പുകുഴൽ മേളം, പെപ്പര പെപ്പര പേ, പെപ്പര പെപ്പര പേ. മറ്റേ കുഴൽ ഊതുന്നത്. നാട്ടിലൊരു മേളം, ഉത്സവത്തിൻ മേളം, വാദ്യഘോഷ മേള, അങ്ങനെ പല ഉപകരണങ്ങൾ ചേർത്ത് നമുക്ക് ഈ മേളപ്പാട്ട് പാടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത് അഭിനയിച്ച് പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് തുള്ളൽപ്പാട്ട്. പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ പാട്ടിലൂടെ രസകരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടി ഒളിച്ചു, വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പുക്കിതു പല ജനം. അപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലർ അവിടെ ഒളിച്ചു, കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണവും ഉറക്കവും അങ്ങു തുടങ്ങി. തുള്ളൽ പാട്ടില് കുഞ്ചൻ നമ്പ്യാർ കളിയാക്കിക്കൊണ്ട് ഈ ഒരു പാട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് യുദ്ധത്തിൽ തോറ്റ ഭടന്മാരെ കളിയാക്കിക്കൊണ്ടാണ് ഈ ഒരു തുള്ളൽ നടത്തുന്നത്. ഓക്കെ, അടുത്തിനി കുഞ്ചൻ നമ്പ്യാരുടെ ചില വരികൾ.
പാണ്ടൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. അടുത്തെന്തോന്നാണ്? കുറിയരി വച്ചു വെളുത്തൊരു ചോറും കറികളുമാശു വിളമ്പി നിരന്നു. നെറുനെയ് ശർക്കര നേത്രപ്പഴവും ചെറുപപ്പടമൊരു 10-200. നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല. ആയതു കേട്ടു കലമ്പിച്ചെന്നങ്ങാ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു. ഇതെല്ലാം ഈ പരിഹാസ രൂപത്തിലുള്ള കവിതകളാണ് കുഞ്ചൻ നമ്പ്യാർ. കാര്യം എന്ന് വെച്ചാൽ എന്താണോ അദ്ദേഹത്തിന് വ്യക്തമാക്കാനുള്ളത് അത് പരിഹാസ രൂപേണ ആയ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളിലൂടെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത് ഉത്സവ പിറ്റേന്ന്. ഇപ്പൊ ഉത്സവം കാണാൻ പോയതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉത്സവം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ ആ ഉത്സവ പറമ്പിലോട്ട് പോയാൽ എന്തൊക്കെ കാണാവുന്നതാണ്. സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവ പറമ്പിലേക്ക് നോക്കി. ആളും ആരവവുമില്ല. പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. ആൾക്കാരൊന്നുമില്ല, പക്ഷേ പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. പ്ലാസ്റ്റിക് കവറുകളും വർണ്ണക്കടലാസുകളും ചിതറിക്കിടക്കുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡിനു മുമ്പിൽ അവർ നിന്നു. ചൂലും കുട്ടയുമായി ഒരു സംഘം ആളുകൾ വന്ന് അവിടമാകെ വൃത്തിയാക്കി തുടങ്ങി. പ്രത്യേകം തയ്യാറാക്കിയ കൂടകളിൽ അവർ മാലിന്യങ്ങൾ ഇട്ടു. അപ്പോൾ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം കുട്ട, അങ്ങനെ ഓരോ മാലിന്യങ്ങൾ തിരിച്ചാണ് അവർ ഇട്ട് വൃത്തിയാക്കിയത്. എത്ര വേഗമാണ് ഉത്സവപ്പറമ്പ് വൃത്തിയായത്. അപ്പോൾ നമ്മളാണെങ്കിലും ഈ ഉത്സവത്തിന് പോകുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള വേസ്റ്റുകൾ വലിച്ചെറിയാൻ പാടില്ല. ഉണ്ടാവും, അങ്ങനെ വലിച്ചെറിയാൻ പാടുണ്ടോ? പ്ലാസ്റ്റിക്കുകളൊന്നും ഒരിക്കലും വലിച്ചെറിയാൻ പാടില്ല. അത് നമ്മുടെ പരിസ്ഥിതിയെ തന്നെ ഇല്ലാതാക്കും. ഓക്കെ. ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രതിജ്ഞ അതിൽ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ അത് പാലിക്കാൻ ശ്രമിക്കണം, അല്ലേ? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. പരിസ്ഥിതി ശുചീകരണത്തിനായുള്ള ബോർഡ് സന്ദേശങ്ങൾ നമുക്ക് ബോർഡായിട്ട് എഴുതി പ്രദർശിപ്പിക്കാൻ പറ്റുന്നതാണ്. മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. എവിടെയെങ്കിലും ഒരുപാട് വേസ്റ്റുകൾ കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു ബോർഡ് കൊണ്ട് സ്ഥാപിച്ചു വയ്ക്കാം, മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. അടുത്ത്, ശുചിത്വം സംരക്ഷിക്കുക, പരിസ്ഥിതിയെ രക്ഷിക്കുക. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കൂ, പ്രകൃതിയെ രക്ഷിക്കൂ. ഇവിടെ മാലിന്യങ്ങൾ ഇടരുത്. നിങ്ങളുടെ ചുറ്റുപാട് ശുചിയായി സൂക്ഷിക്കുക. വൃത്തിയുള്ള പരിസ്ഥിതി, ആരോഗ്യമുള്ള ജീവിതം. ഇതൊക്കെ നമുക്ക് പ്ലക്കാർഡിൽ വേണമെങ്കിലും സന്ദേശങ്ങളായിട്ട് എഴുതാം, പോസ്റ്ററിൽ വേണമെങ്കിലും സന്ദേശങ്ങളായിട്ട് എഴുതാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വച്ചിരിക്കേ. അടുത്ത് നോക്ക്, ഇനി കടങ്കഥകളാണ്. കരി പോലെ നിറമുണ്ടേ, കരിമേഘ പെരുവയറുണ്ടേ, കാൽ തൂണുകൾ 4 മൂക്കറ്റം കൈയുണ്ടേ. ആരാണ്? ആന. ആനയുടെ വേറെ അടുത്ത് കുറച്ച് കടങ്കഥകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറുത്ത പാറയ്ക്ക് 4 തൂണ്. എന്താണ്? ആന. കാട്ടിലൊരു മുത്തശ്ശി മുറം വീശി വീശി. ആനയുടെ ചെവിയാണ് ഉദ്ദേശിക്കുന്നത്. അതാരാണ്? ആന. കാട്ടിലൊരു കരിമ്പാറ ഉരുണ്ടുരുണ്ടു പോകുന്നു. ആന. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. അതിനെ കൊമ്പിനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? അതിൻ്റെ എല്ലാ ആൻസർ ആന എന്നാണ്. ഇനി ജീവികളുമായി ബന്ധപ്പെട്ട കടങ്കഥകളാണ്. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ആരാണ്? ആമ. ഈ കടങ്കഥകളൊക്കെ നിങ്ങൾ കുറേയൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. ഇങ്ങനത്തേക്ക് മോഡലുകളൊക്കെ ആയിരിക്കും വരുന്നത്. ഇടവഴിയിലൂടെ ഒരു കരിവടിയോടി പാമ്പ്. കണ്ടാലൊരു വണ്ടി, തൊട്ടാലൊരു ചക്രം. ആരാണ്? തേരട്ട. ചില്ലിക്കൊമ്പിൻ ഗരുഡൻ തൂക്കം. ആരാണ്? വവ്വാൽ. ഉറങ്ങും പക്ഷേ കണ്ണടയ്ക്കില്ല. ആരാണ്? മീൻ. ഓക്കെ, ഇതെല്ലാം ജീവികളുമായി ബന്ധപ്പെട്ടുള്ള കടങ്കഥകളാണ്. അടുത്ത് നോക്ക്, ആനയെ വരയ്ക്കാൻ നിറം നൽകുക. നിങ്ങളടുത്ത് ഒരു ആനയെ വരച്ചിട്ട് അതിന് ഇഷ്ടമുള്ള കളറല്ല, ആനയുടെ കളർ അറിയാമല്ലോ നമുക്ക്, കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഇവിടെ ഒന്ന് വരച്ചിട്ടുണ്ട്. അടുത്തെന്തോന്നാണ്? നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഏതൊക്കെയാണെന്ന് എഴുതാം.
എൻ്റെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഓണം, വിഷു, ദീപാവലി, ബക്രീദ്, ഈദ്, നബിദിനം, ക്രിസ്മസ്, ഈസ്റ്റർ, പൊങ്കൽ, പ്രാദേശിക ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ അങ്ങനെ എല്ലാം നമ്മൾ ഒട്ടുമിക്കതെല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങളാണ്. അടുത്തെന്തോന്നാണ്? ഇഷ്ടമുള്ള ഒരു ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ്. ഞാനിപ്പോൾ ഓണത്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആഘോഷത്തെക്കുറിച്ചായാലും അല്ലെങ്കിൽ ഒരു ഉത്സവത്തെക്കുറിച്ചോ എഴുതാം. ഓണം നമ്മുടെ കേരളത്തിലെ വലിയ ഉത്സവമാണ്. ഓണം ഒന്നാണ് മിസ്റ്റേക്ക് ഓണം നമ്മുടെ കേരളത്തിലെ വലിയ ഉത്സവമാണ്. ഇത് മലയാള മാസത്തിലെ ചിങ്ങമാസത്തിൽ വരുന്നു. ഓണം വളരെ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഉത്സവമാണ്. ഓണത്തിനോടൊപ്പം വള്ളംകളി, പൂക്കളം, ഓണസദ്യ എന്നിവ ഉണ്ടാകുന്നു. കുട്ടികൾ പുതിയ വസ്ത്രം ധരിക്കുന്നു. സന്തോഷത്തോടെ എല്ലാ കുടുംബവും ഒത്തുകൂടുന്നു. ഓണത്തെക്കുറിച്ചുള്ള കഥ ആരെയാണ്? മഹാബലി ചക്രവർത്തിയെക്കുറിച്ചാണ്. ഓണം വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത് ഓണത്തെക്കുറിച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആഘോഷമായാലും ഏത് ഉത്സവമായാലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അടുത്ത് നോക്ക്. വാക്യം എഴുതാം. യോജിച്ച വാക്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. ഇതിൻ്റെ താഴെ ഈ പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് കുറേ വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഏത് പിക്ചറിനാണ് യോജിച്ചതെന്ന് എടുത്തെഴുതാനാണ്. നിരനിരയായി പലതരം കച്ചവടക്കാർ. എവിടെ കിടക്കണം? നിരനിരയായി പലതരം കച്ചവടക്കാർ ഇവിടെ അല്ലേ? ഇതാണ് നിരനിരയായി പലതരം കച്ചവടക്കാർ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തോന്നാണ്? വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ്. വാദ്യക്കാരും മേളക്കാരും ഇവിടെ പടം. വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്തെന്തോന്നാണ്? ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ്. കൊമ്പനാനയുടെ വണ്ടിയിൽ നിൽക്കുന്നത് കണ്ട? ഒരു വണ്ടിയിലാണ് കൊമ്പനാന നിൽക്കുന്നത്. പിക്ചർ തന്നിട്ട് തന്നിരിക്കുന്ന വാക്യങ്ങൾ യോജിച്ചത് എടുത്ത് എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടം. എവിടെ പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടം? പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടം. ഇനി എന്തോന്നാണ്? ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പൻ. അതാ ഏറ്റവും ആദ്യത്തത്. കണ്ട? ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പൻ. അപ്പൊ ഏതൊക്കെ നോക്ക്? ഒന്നാമത്തത് ചെവിയും വാലും ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പൻ. രണ്ടാമത്തെ വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ്. അടുത്തത് ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ്. അടുത്ത് നിരനിരയായി പലതരം കച്ചവടക്കാർ. പിന്നെ പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ട. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ യോജിച്ച പിക്ചറിൻ്റെ അടുത്ത് എഴുതാനാണ്. അടുത്ത് നോക്ക്. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നിരവധി കലാരൂപങ്ങളെ അവതരിപ്പിക്കാറില്ലേ? അവ കണ്ടെത്തി എഴുതാനാണ്. നമ്മളിപ്പോൾ ഉത്സവ പറമ്പിൽ പോയാൽ ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരുപാട് പരിപാടികളും ഉണ്ടാവും അല്ലേ? അതിൽ ഏതൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് എഴുതാനാണ്. കഥകളി, തെയ്യം, പുലിക്കളി, കോൽക്കളി, ഭാഗവതപ്പാട്ട്, എന്തോന്നാണ്, പന്തുകളി, കൂത്ത്, അങ്ങനെ പല കലാരൂപങ്ങളും കാണും. ഇപ്പൊ പിന്നെ ഗാനമേള അങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങൾ, ഡാൻസ്, ഗാനമേളയൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, അതൊക്കെ നമുക്ക് എഴുതാം അതിൻ്റെ കൂടെ. അടുത്ത് നോക്കൂ. കഥയിലെ ചില പ്രയോഗങ്ങൾ നോക്കൂ. പാഠഭാഗം വായിച്ച് അവ ഉൾപ്പെടുന്ന വാക്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. പളപളാ തിളങ്ങുന്ന, നമുക്കറിയാം പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി എന്ന് ആ കഥയിൽ തന്നെ ഉണ്ട്. പിന്നെ നെറ്റിപ്പട്ടവും കെട്ടി എന്നുള്ള പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി. അടുത്ത മുത്തുക്കുടയും ചൂടി, നിറയെ തൊങ്ങൽ തൂക്കിയ മുത്തുക്കുടയും ചൂടി. അത് നമ്മൾ ആ പാഠം വായിക്കുമ്പോൾ അതിലുണ്ട്. ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് കാലിലെ തോല് പോയിട്ടുണ്ടാവും. ഈ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കാനാണ്. കൊട്ടിത്തിമിർക്കുക, വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ്. ഇതൊക്കെ ആ പാരഗ്രാഫിൽ നമ്മൾ നേരത്തെ വായിച്ച പാരഗ്രാഫിൽ ഉള്ളതാണ്. ഓക്കെ, അടുത്തിനി എന്തോന്ന്? കണ്ണുമൊഴിച്ച്. ഉത്സവപ്പറമ്പ് കാഴ്ചകൾ കണ്ട് രാഖി കണ്ണുമിഴിച്ചു. വാക്യങ്ങൾ ഉണ്ടാക്കാനാണ്. വാക്കുകൾ വെച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ്. അതെല്ലാം അതിൽ തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എടുത്തെഴുതിയിരിക്കുന്നത്. അടുത്ത് നോക്ക്. ആശംസാ കാർഡ് നിർമ്മാണം. ഇവിടെ ഒന്ന് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഇതിൽ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട രഹനയ്ക്ക് ഉത്സവം പൊടിപൂരമാവട്ടെ, സ്നേഹത്തോടെ ഹരി. രണ്ടാം തരം. ഈ പിക്ചറൊക്കെ ഇതുപോലെയൊക്കെ ഒട്ടിച്ച് പറക്കിയൊക്കെ ഒരു എന്തോന്ന് ആശംസാ കാർഡ് നൽകിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് വരച്ചിട്ടുള്ള ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ ഇനി ഉൾപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം. പ്രിയപ്പെട്ട രഹനയ്ക്ക്
ഓണാശംസകൾ സ്നേഹത്തോടെ ആരാണെന്നുള്ളതും ഏത് ക്ലാസ് ആണെന്നുള്ളതും ഒക്കെ എഴുതാം. നമുക്ക് അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് കാർഡ് നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഇപ്പുറം കൊടുത്തിരുന്നത്. അടുത്തത് നോക്ക്, ചോദ്യങ്ങൾ നിർമ്മിക്കാം. പൂരം പൊടിപൂരം എന്ന പാഠഭാഗം വായിച്ച് ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ്. ആദ്യത്തേതിൽ ആ പാഠഭാഗം വായിച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഞാൻ ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഉത്സവപ്പറമ്പിൽ അരങ്ങേറിയ കലാരൂപം ഏതാണ്? ഒരു ക്വസ്റ്റ്യൻ അതാണ് ചോദിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓട്ടംതുള്ളലായിരുന്നു അല്ലേ ഉത്സവപ്പറമ്പിൽ അരങ്ങേറിയ കലാരൂപം എന്ന് പറയുന്നത്. അടുത്ത ഞാൻ, എന്തിനാണ് ആളുകൾ പൊട്ടിച്ചിരിച്ചത്? രാത്രിയിലെ ഉത്സവം കാണാൻ ആരൊക്കെയാണ് പോയത്? ഉത്സവപ്പറമ്പിലെ വേദിയിൽ നടന്ന കലാരൂപം ഏത്? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുക്കണം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് വരും. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഉത്സവ പറമ്പ് അതിൻ്റെ ഒരു പടം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് വരയ്ക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആക്ടിവിറ്റീസുകളും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്